കോട്ടയം തിരുവാതുക്കലിലെ അരിങ്കൊല വിവരശേഖരണത്തിന് കൊച്ചിയിൽ നിന്നുള്ള CBI സംഘമെത്തി. 5 അംഗ സംഘമാണ് കൊലപാതകം നടന്ന വീട്ടിലെത്തിയത്. അതേസമയം കേസിലെ പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചെന്ന് പോലീസ്. പ്രതി ഉടൻ പിടിയിലാകുമെന്ന് SP ഷാഹുൽ ഹമീദ് പറഞ്ഞു. വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് മർഡേഴ്സ് നടന്നിരിക്കുന്നത്. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ 2 വ്യത്യസ്ത റൂമുകളിലായിട്ടാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ FIR രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷം ശാസ്ത്രീയ പരിശോധനകൾ, വീഡിയോ ദൃശ്യത്തിൻ്റെ സഹിതം ശാസ്ത്രീയ പരിശോധനകൾ, ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധന, ഫിംഗർ പ്രിൻ്റ് പരിശോധന ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്നാണ് കയറിയിരിക്കുന്നത്. അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തൊട്ട് സൈഡിൽ ജനാല തുറന്നിട്ടാണ് ഇത് തുറന്നിരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ വെപ്പൺ എടുത്തിരിക്കുന്നതും ഈ വീടിൻ്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് വെപ്പൺ എടുത്തിരിക്കുന്നത്. ആ വെപ്പണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാ പറഞ്ഞത്, നമുക്ക് കൃത്യമായിട്ടുള്ള സൂചനകളുണ്ട്. എത്രയും വേഗം പ്രതിയെ പിടിക്കും. പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ തരാം. ഇല്ല, പ്രതികളൊന്നും കസ്റ്റഡിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അങ്ങനെയും പറയാറായിട്ടില്ല. നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഉടനെ പിടിക്കും. സനോജ ചേരുന്നു. സനോജ, SP പ്രതികളെ സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് പറഞ്ഞത്? ഒപ്പം തന്നെ അതിക്രൂരമായ ഒരു കൊലപാതകമാണ്, 2 കൊലപാതകങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ. ഷമ്മി, കൊലപാതകങ്ങൾ നടന്നതിന് പിന്നാലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു മൃതദേഹങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടിയാണ് മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ അവിടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇവരുടെ കൊല്ലപ്പെട്ട ദമ്പതികളുടെ മകൾ വിദേശത്താണ്. അവർ നാളെ നാട്ടിലെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ സംസ്കാരം മകൾ വന്നതിന് ശേഷമാവും തീരുമാനിക്കുക. അപ്പോഴേക്കും മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുവാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുണ്ടായ മറ്റൊരു നീക്കമെന്ന് പറയപ്പെടുന്നത്, കേസന്വേഷണത്തിൽ തെളിവുകൾ ശേഖരിക്കാൻ കൊച്ചിയിൽ നിന്നുമുള്ള CBI സംഘം എത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. 5 അംഗ സംഘമാണ് ഇവിടെ എത്തിച്ചേർന്നത്. 2017 ജൂൺ മാസം 2-ാം തീയതി ഈ കൊല്ലപ്പെട്ട ദമ്പതികളുടെ മകൻ ഗൗതം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടാൻ ഇടയാക്കിയിരുന്നു. ഈ കേസ് കേരള പോലീസ് അന്വേഷിക്കുകയും അത് ആത്മഹത്യയാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ തൻ്റെ മകൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപിച്ച് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയും, അതായത് ഇന്ന് കൊല്ലപ്പെട്ട വിജയകുമാർ ഹൈക്കോടതിയെ സമീപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിടുകയുമായിരുന്നു. CBI ഈ കേസിൽ FIR ചുമത്തി കേസന്വേഷണം ആരംഭിക്കുന്ന പ്രാരംഭഘട്ടത്തിലാണ് ഈ വാദികളായിട്ടുള്ള, അതായത് മകൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാദികളായിട്ടുള്ള മാതാവും പിതാവും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുവാൻ ഇടയാക്കിയത്. ഈ 2 കൊലപാതകങ്ങൾക്ക് മകൻ്റെ മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള വിവരശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് CBI സംഘം എത്തിയത്. CBI സംഘം ഇവിടെ വന്ന് തെളിവുകൾ ശേഖരിച്ച് അവർ മടങ്ങിയിട്ടുണ്ട്. എന്തായാലും കേസന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോവുകയാണ്. പ്രതിയെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഈ കേസന്വേഷണത്തിൻ്റെ ഭാഗമായി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഈ മുൻപ് ഇവിടെ ജോലി നോക്കിയിരുന്ന ആസാം സ്വദേശിയായിട്ടുള്ള ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. ഒപ്പം തന്നെ വൈകുന്നേരമായപ്പോൾ മറ്റൊരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളത്, ഈ കേസന്വേഷണത്തിൽ ഈ പ്രതി കൊല നടത്തിയതിനു ശേഷം തെളിവുകൾ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്ന DVR ഉൾപ്പെടെ അപഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് മാരകായുധങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്ന് അത് വീടിൻ്റെ സമീപത്തെ എവിടെയെങ്കിലും കിണറ്റിലോ മറ്റ് ജലാശയങ്ങളിലോ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായി അല്പം മുമ്പ് മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് വീടിൻ്റെ മുറ്റത്തെ കിണർ വറ്റിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ കിണറ്റിൽ നിന്നും ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെ സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്. ഷമ്മി, സനോജ്, ഈ ഒരു പ്രതി പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നൊരു സൂചന രാവിലെ മുതൽ തന്നെ വന്നിരുന്നു. ഇവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന അമിത് എന്ന് പറയുന്ന അസം സ്വദേശിയെക്കുറിച്ചായിരുന്നു അത് സംബന്ധിച്ച വിവരങ്ങൾ. പക്ഷേ അതിനെക്കുറിച്ചൊന്നും വ്യക്തമാക്കാൻ SP തയ്യാറായിട്ടില്ല, അല്ലേ? പോലീസിൻ്റെ കസ്റ്റഡിയിൽ പ്രതിയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ആദ്യം പ്രചരിച്ചത്. എങ്കിലും അങ്ങനെയുള്ള ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ പ്രതിയെ സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. അത് ഇവിടെ മുമ്പ് ജോലി നോക്കിയിരുന്ന 6 മാസക്കാലം ജോലി നോക്കിയിരുന്ന ആസാം സ്വദേശിയായിട്ടുള്ള അമിത് തന്നെയാണ് ഈ കൊല നടത്തിയത് എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ഈ കൊലയ്ക്ക് പിന്നിൽ ഒന്നിലേറെ ആളുകളുണ്ടോ എന്നതിനെ സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ അമിത് മുൻപ് ഈ വീട്ടിലെ ജീവനക്കാരനായിരുന്നു. ഈ ഇദ്ദേഹത്തിന്, അതായത് കൊല്ലപ്പെട്ട വിജയകുമാറിന് സ്വന്തമായി
ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. അതിൻ്റെ നടത്തിപ്പ് ചുമതല, ഇന്ദ്രപ്രസ്ഥം എന്ന ഈ ഓഡിറ്റോറിയത്തിൻ്റെ നടത്തിപ്പ് ചുമതലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അമിത്തിനെ ഇവിടെ കൊണ്ടുവന്നത്. എന്നാൽ ആ ഘട്ടത്തിൽ ഒരിക്കൽ ഈ വിജയകുമാറിൻ്റെ 80,000 രൂപ വിലപിടിപ്പുള്ള ഒരു മൊബൈൽ ഫോൺ മോഷ്ടിക്കുകയും ഈ മോഷണം നടന്നതിനെ തുടർന്ന് വിജയകുമാർ പോലീസിൽ പരാതി നൽകുകയും ഈ പരാതി പ്രകാരം അമിത്തിനെതിരെ കേസെടുക്കുകയും ജയിലിൽ പോവുകയും ഇക്കഴിഞ്ഞ 3-ാം തീയതി അമിത് പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ വിജയകുമാർ കേസ് കൊടുത്തതിൻ്റെ വ്യക്തിവൈരാഗ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അതിക്രൂരമായ രീതിയിൽ ഇവരെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. രണ്ടുപേരും 2 മുറികളിലായിട്ടാണ് കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. ഈ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന മാരകായുധങ്ങൾ, കോടാലി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഇവരുടെ പുറത്തെ ഔട്ട് ഹൗസിൽ നിന്നുമാണ് എടുത്തത് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ പ്രതിയെ സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചന ഉണ്ട് എന്ന് പറയുന്നത്. മുൻപ് ഇത്തരത്തിൽ മോഷണം നടത്തിയതിന് ശേഷം പ്രതി ആസാമിലേക്ക് കടന്നു കളയുകയായിരുന്നു. അന്ന് ആസാമിൽ നിന്നുമാണ് ഈ പ്രതിയെ പോലീസ് പിടികൂടുകയും നാട്ടിലെത്തിക്കുകയും ചെയ്തത്. അങ്ങനെ ഈ പ്രതി വീണ്ടും ഈ കൊല നടത്തിയതിനു ശേഷം ആസാമിലേക്ക് മടങ്ങിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള CCTV ദൃശ്യങ്ങളും സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് വിശദമായ രീതിയിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷമി. സനോജാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.